മോർണിംഗ് അരുവ. ചൈനയിലെ 7ാം ദിവസമാണ്. സക്സസ്ഫുൾ 1 week. ഇത് ഞങ്ങൾക്ക് 2-3 ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ വണ്ടി കേടായതുകൊണ്ട് ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ താമസിക്കും. അപ്പോൾ ഇന്ന് എപ്പോഴാണ് എങ്ങനെയാണ് പോകണമെന്നുള്ളത് ഫൈനലായില്ല. പക്ഷെ ഞങ്ങൾ നേരത്തെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വണ്ടി കേടായ വണ്ടി നന്നാക്കിക്കൊണ്ട് എപ്പോൾ വരുമെന്ന് അറിയാൻ പറ്റില്ല. അതനുസരിച്ചുള്ളത് അവർ ഇൻഫോം ചെയ്യും. അതനുസരിച്ച് ഡെസ്റ്റിനേഷൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സൈറ്റ് സീയിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോഴേ ഉള്ളൂ ഫൈനൽ ഡിസിഷൻ ആകുള്ളൂ. സോ ഇത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വർക്ക് മൂവ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, ഓക്കെ ഓക്കെ ദെൻ ബൈ. കരിമണൽ കൊണ്ടുള്ള മരുഭൂമിയാണിത്. ചുമന്ന മണ്ണും കറുത്ത മണ്ണും ഒക്കെ ആയിട്ടുള്ള മരുഭൂമി. നല്ല മണലല്ല, മണൽ എന്ന് പറയാൻ പറയുന്നത് കിലോമീറ്റർ അതാണ്ട് 100-150-200 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളത് 150 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും തീരുന്നില്ല. മുഴുവൻ ഇതുപോലെയുള്ള പ്രദേശമാണ്. മുട്ടക്കുന്നുകൾ, ചെറിയ മുട്ടക്കുന്നുകളും പരന്ന പ്രതലവും ഒക്കെയായിട്ട് പരന്ന ഭൂമിയാണ്. അത് ഇതുപോലെയൊക്കെ കിടക്കുകയാണ്. പക്ഷെ മുഴുവൻ ഇതേ കല്ലല്ല മണൽ, കരിമണൽ, ചുവന്ന മണലും കരിമണലും. നമ്മൾ ആ ഡെസേർട്ടിൽ കാണുന്ന ആ ഒരു തരിമണലല്ല ഇത്, അല്ലെങ്കിൽ പൊടിമണലല്ല. ഞങ്ങളുടെ 42ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങളൊരു ചെറിയൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഫോറിൻ കാർസ് അല്ലെങ്കിൽ സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഓഫ് റോഡ് കാർസ്, ഓൾഡൻ സ്റ്റൈൽ കാർസ് കണ്ടപ്പോൾ വന്ന് ബ്രേക്ക് ചെയ്താണ് ഞങ്ങൾ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ അവരേതാണ്ട് 60 കാറുകളും ഉണ്ടെന്ന് പറയുന്നു. കുറച്ചൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അവർ ഓഫ് റോഡ്, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഓഫ് റോഡാണ്. സോ അവർ പെക്കിങ്സ് എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചൈനയിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ പെക്കിങ്സിൽ നിന്ന് പാരീസിലേക്ക് ഓഫ് റോഡ് ഡ്രൈവാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അപ്പം ഓഫ് റോഡ് ഡ്രൈവ് പോകുന്ന വഴിയാണിത്. അപ്പോൾ അവരവിടെ എല്ലാവരും കൂടി ഇവിടെ ഒന്ന് ഗ്യാദർ ചെയ്ത് ഇവിടെ ടീ ബ്രേക്കും കോഫി ബ്രേക്കും ഇവിടെ ആയിട്ട് അവർക്ക് വേണ്ടി അവിടെ സ്റ്റാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലീഡേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഇവിടെ എല്ലാവരും കിടക്കുന്നത്. ഇവിടെ ജസ്റ്റ് അവരുടെ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്നു. ഹാവിങ് ഫുഡ് ആസ് വെൽ. സോ അത് അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, മെക്കാനിക്കിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. എഞ്ചിനീയറിൽ അവർ അവിടെ പടി കഴിഞ്ഞു, ഇന്നത്തെ ബ്രേക്ക് കഴിഞ്ഞു തോന്നുന്നു. അവർ പോകാൻ തയ്യാറാകുകയാണ്. എല്ലാം അമേരിക്കൻ കാർസുണ്ട്, UK കാർസുണ്ട്, പാരീസ് കാർസുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുടെ കാറുകളുണ്ട്. എല്ലാവരും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. സോ ഇനിയും കാറ് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ഇനിയുണ്ട്. സ്റ്റൈലും കാറുകളെല്ലാം തന്നെ ഭയങ്കര രസമാണ് കാറ് കാണാൻ തന്നെ. ബൈ ഫ്രം ഹിയർ. ഓക്കെ, താങ്ക് യു. റെഡിയായി കിടക്കുകയാണ് പോകാനായിട്ട്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ എല്ലാവരും കണ്ടോ? അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി, എൻജോയ് ചെയ്തോ? ഹാപ്പി ഗുഡ്. ഒരു വെറൈറ്റി കാഴ്ച അല്ലേ? കരിമണൽ കൂമ്പാരമാണ് ആ കാണുന്നത്. കറുത്ത പാറയൊന്നുമല്ല, പാറക്കെട്ടൊന്നുമല്ല, ചുവന്ന മണൽ ഫ്രണ്ടിലുണ്ട്. ചുവന്ന മണൽ കൂമ്പാരവും ഉണ്ട്, കരിമണൽ കൂമ്പാരവും ഉണ്ട്. ഇത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മണൽ കറുത്ത് പോയെന്ന് ചോദിക്കരുത്, അറിയത്തില്ല. ഇതൊരു പാറക്കെട്ടാണ്, മണലല്ല. എല്ലാം കൂടെ സമ്മിശ്രമായുള്ളൊരു മരുഭൂമിയാണിത്. കറുത്ത മണൽ, ചുമന്ന മണൽ, പാറ,
11:45 ആയി. അപ്പം ഫുഡ് സ്ട്രീറ്റ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഫുഡ് സ്ട്രീറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രീറ്റ് എല്ലാം കൂടിയാണ്. അത് ഇവിടെ എല്ലാം ഫുഡ് സ്ട്രീറ്റാണ്. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെയുള്ള ഫുഡ് സ്ട്രീറ്റുകൾ. ചേട്ടൻ ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നു. അവരെന്തൊക്കെയോ വാങ്ങാനുള്ള പരിപാടികളാണ്. റജി സാബും. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാൽ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇവിടുത്തെ കളം മാറും. എല്ലാവരും കടകളൊക്കെ അടഞ്ഞിട്ട് ഫുഡ് മാത്രമായിട്ട് മാറും. അപ്പം പകലിവിടെ ഇതെല്ലാം വഴിയാണ്. സന്ധ്യ ആയാൽ 6 കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് 6 മണിക്ക് ശേഷം ഇവിടെ എല്ലാം ഫുഡ് സ്റ്റാളായിട്ട് മാറും. ടേബിളൊക്കെ ഇട്ട് ഇതുപോലെ ടേബിളൊക്കെ ഇട്ട് വഴിയിലേക്ക് ഇറങ്ങി എല്ലാം സെറ്റപ്പാകും. ഓൾമോസ്റ്റ് ഞങ്ങൾ ചെന്നപ്പം എല്ലായിടത്തെയും എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെയാണ് ഇതുവരെ കണ്ടതിൽ. ഓക്കെ, ഇത് വേറൊരു ടൈപ്പ് കടകളാണ്. ഇത് കല്ലുകളും ഇത് പാറക്കല്ലുകൾ എന്നാന്നൊരു പിടിയില്ല. എന്തെങ്കിലും ഒരു ഐതിഹ്യം കാണും, എന്തെങ്കിലും ഒരു ഇത് സംഭവം കാണും അതിനകത്ത്. അതാ ഞാനിതുപോലത്തെ ഒന്നും വളയിടിയല്ല. അയ്യോ, ഇത് വലിയ പാറക്കല്ലുകളൊരു ശേഖരമാണ് ഇവിടെ. എന്താണെന്നറിയില്ല. ഇതുപോലെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിശ്വാസമോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഓ എൻ്റെ പൊന്നിതെന്താ ഈശ്വര, ഇത് കല്ലുകളുടെ ഒരു കൂമ്പാരമാണ് ഇവിടെയെല്ലാം. ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതുമായിട്ട് ഈ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രീറ്റാണിത്. സ്റ്റോൺ സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മുത്ത് ഈ കല്ലിന്ന് ഉണ്ടാക്കിയതാന്ന്. ഓക്കെ, ഇതിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? ബിപ്പ് കൂടുമോ? ഒന്നൂടെ മേടിച്ചേക്കാം. അവിടെ നിന്ന് ഇടാമല്ലോ. ഓയ്യോ, ഇത് രസമുള്ളത്. എന്ത് രസം നോക്കി. വൈകിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ലൈറ്റ് സെറ്റിങ്സും ലൈറ്റിങ്ങും എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച്, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഒന്ന് കണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. റോഡ് അല്ലെങ്കിൽ ഫുട്പാത്ത് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ബെഡ്റൂമിനെ കഴിഞ്ഞ് ക്ലീനാണ്. ടൈൽസ് ഇട്ട ബെഡ്റൂമിനെ കഴിഞ്ഞ് ക്ലീൻഡ് സിറ്റിയാണ് ഇവിടെ. ഒരു പൊടി പോലുമില്ല, ഒരു ചെളി പോലുമില്ല, ഒരു വേസ്റ്റോ അങ്ങനെ ഒരു സാധനവും ഇവിടെ ഇല്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഒരു പൊടി കാണാൻ പറ്റും, എന്തെങ്കിലും ഒരു വേസ്റ്റ്, ഒരു സിഗരറ്റ് കുറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഞങ്ങൾ തപ്പി നടക്കുമായിരുന്നു ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ സമ്മതിക്കണം. ഡുൻഹ്വാങ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് ഈ കാണുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് 5-star ഹോട്ടലാണിത്. അടിപൊളി സെറ്റപ്പാണ്, അടിപൊളി ഫ്രണ്ട് ഗാർഡനാണ്. ടൗണിൽ തന്നെയാണ്. ദുൻഹാങ് ടൗണിനോട് ചേർന്ന് ടൗണിൽ തന്നെ ഇൻസൈഡ് ടൗണാണ്, മിഡിൽ ഓഫ് ടൗണാണ്. വൈകിട്ടത്തെ ബിരിയാണി സെറ്റപ്പാണ്. ചെമ്പ് പൊട്ടിച്ചു. കൂടുതൽ ഇളക്കല്ലേ? അതെ, ഒത്തിരി ഇളക്കരുത്, ഒത്തിരി ഫുഡ് കമ്മിറ്റിക്കുള്ള ഫുഡ് മാറ്റിച്ചോണം കേട്ടോ.